നമസ്കാരം. ഞാൻ ബിജേഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്, വരാൻ പോകുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിനെ നമുക്ക് എങ്ങനെ എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാം. നമ്മളെപ്പോഴും പറയുന്നതാണ്, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് കിട്ടിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിന്ന് രാവിലെ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് 22,375. ഇന്ന് രാവിലെ നിഫ്റ്റിയുടെ ഹൈ എത്രയാണെന്ന് ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസിന്റെ ഒരു താഴെ ഒരു ഓപ്പണിങ്. ബൈനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. നല്ലൊരു ഫാളായിരുന്നു തുടക്കത്തിൽ വന്നിരുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നില്ല, പക്ഷെ മുൻപ് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ തന്നെയാണിത്. അതിനുശേഷമായാലും നിഫ്റ്റി 22,375 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷമായാലും ഒരു ബൈ സെന്റിമെന്റിൽ വളരെ എക്സാക്റ്റ് ആയിട്ട് 22,430 വരെ, 22,427 സംതിങ് വരെയാണ് നിഫ്റ്റിന്ന് ഹൈ വന്നിരിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് തന്നെ നിഫ്റ്റി റിവേഴ്സ് ആയി. മാത്രമല്ല, ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് വീണ്ടും ബൗൺസ് ചെയ്യാനായിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമായാലും എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്തപ്പോൾ നിഫ്റ്റിയുടെ ആയാലും അവസാനത്തെ ഒരു സെക്ഷനിൽ ഫാളായിരുന്നു മാർക്കറ്റിൽ വന്നത്. എപ്പോഴും മാർക്കറ്റിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നത് 22,400, 22,500 ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു സപ്പോർട്ട് ലെവൽ എങ്ങനെ നിലനിൽക്കുന്നു എന്ന അടിസ്ഥാനമാക്കിയായിരിക്കും വരും ദിവസങ്ങളിലെ ട്രെൻഡ്, നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. നിഫ്റ്റിക്ക് ഇൻ കേസ് ഒരു ബൈക്ക് സാധ്യത ഉണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ വന്നതിന് ശേഷം ബൗൺസ് ചെയ്യുമ്പോഴാണ് നിഫ്റ്റിയിലെ ഒരു ബൈയുടെ ഒരു സാധ്യത വരുന്നത്. കറണ്ട് ഒരു ട്രെൻഡ് എങ്ങനെ മാനേജ് ചെയ്യാം, നിഫ്റ്റി ഫിൻ നിഫ്റ്റിയിലൊക്കെ സംഭവിച്ചു നോക്കുക. എക്സാക്റ്റ് ആയിട്ട് മേജർ ആയിട്ടുള്ള സപ്പോർട്ടിന്റെ താഴെയായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. 21,310 റെസിസ്റ്റൻസിന്റെ ഒരു താഴെ ഒരു ഓപ്പണിങ്, ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിലും എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ ഒരു താഴെയായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഒരു ഫാള്, എക്സാക്റ്റ് ആയിട്ട് ഒരു ഫാള് മാർക്കറ്റിൽ വന്നിരുന്നു. അതിനുശേഷമായാലും ബാങ്ക് നിഫ്റ്റിയും സപ്പോർട്ടിന്റെ ഒരു താഴെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇപ്പൊ നിഫ്റ്റിയുടെ വരും ദിവസങ്ങളൊരു ട്രെൻഡ് പറയുന്നതിനെക്കാട്ടി മുൻപ്, വരും ദിവസങ്ങളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുന്നതിനെക്കാട്ടി നിഫ്റ്റിയുടെ ഒരു ഡയറക്ഷൻ പറയുകയാണെങ്കിൽ, അതായത് 22,400, 500 താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ കയ്യിൽ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരുന്നു, 22,500, 400 എന്ന് പറയുന്ന ലെവലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ബൈനെ കുറിച്ച് ചിന്തിക്കരുത്. മാർക്കറ്റ് വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിനാണ് കൂടുതൽ സാധ്യത. എന്നിരുന്നാലും മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ നിന്നൊക്കെ നിഫ്റ്റിയിൽ ബൗൺസ് കിട്ടും. ബൈർ ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേയിൽ യൂട്ടിലൈസ് ചെയ്യാം. കാരണം വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ നിന്ന് നല്ലൊരു ബൈർ ഓപ്പർച്യൂണിറ്റി, റൈറ്റ് റെസിസ്റ്റൻസിൽ നിന്ന് നല്ലൊരു ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റിയും കിട്ടും. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു ദിവസമായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഹയർ ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് 400, 530 റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 22,350 മുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. 350 താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ 22,400, 430 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന് മുകളിൽ 22,530 റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 22,350 താഴെ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകാം. അല്ലെങ്കിൽ വലിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിയും യൂട്ടിലൈസ് ചെയ്യാം. 22,265 ഇന്നത്തെ ലോറെ തൊട്ട് താഴെ സപ്പോർട്ടാണ്. 22,265 സപ്പോർട്ടാണ്. ഇപ്പോൾ നിഫ്റ്റി ആയാലും ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിലാണ്. ഓപ്പൺ ചെയ്യുന്ന 22,265 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 22,200 സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് ഇൻ കേസ് 22,155 ഹോൾഡ് ചെയ്തുകൊണ്ട് 22,200 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,200 താഴത്തേക്ക് വന്നതിന് ശേഷം 22,200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ഇൻട്രാഡേ ബൈ ഓപ്പർച്യൂണിറ്റിയാണ് ഷോർട്ട്സിന്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. 22,150 കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിന് താഴെയാണെങ്കിൽ ഷോർട്ട്സ് തന്നെയാണ് കൂടുതൽ സാധ്യത. 22,105 അടുത്തൊരു സപ്പോർട്ട്.
ഇപ്പൊ നിഫ്റ്റിയിൽ ഇത്ര സപ്പോർട്ട് 22,105 കഴിഞ്ഞാൽ 22,075 സപ്പോർട്ട്. അപ്പൊ നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്ട് ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കാം. ഓപ്പൺ ചെയ്യുന്നത് ലോവർ ലെവൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 22,200 ഇനി 22,200 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചധികം വീക്ക്നെസ്സിനാണ് നിഫ്റ്റിയിലായാലും സാധ്യത കാണുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഹയർ ലെവൽ ബൗൺസിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെയാണ്. വരും ദിവസമായാലും ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. ഏതാണ് ബാങ്ക് നിഫ്റ്റിയുടെ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്? ബാങ്ക് നിഫ്റ്റിയുടെ ലോവർ ലെവലിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 47,410 ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴത്തേക്ക് വന്നതിന് ശേഷം ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ 47,700 47,645 സ്ട്രോങ് സപ്പോർട്ടാണ്. ഓപ്പൺ ചെയ്യുന്നത് 47,645 താഴെ ആയാൽ മാത്രമാണ് കൂടുതൽ വീക്ക്നെസ് വരുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാള്, സ്ട്രോങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഓപ്പൺ ചെയ്ത സപ്പോർട്ടിലാണെങ്കിൽ 47,645 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 47,700 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇൻട്രാഡേ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 47,900 ആണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്ത ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഷോർട്ട്സ് ആണ് സാധ്യത. കാരണം റെസിസ്റ്റൻസിന്റെ താഴെയാണ്. റെസിസ്റ്റൻസിന്റെ താഴെ ഇപ്പോൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ചെറിയ ടൈം ഫ്രെയിം ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 48,065 റെസിസ്റ്റൻസ് വരുന്നത്. അതിനുശേഷം ഈ ഒരു റേഞ്ച് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്ന അങ്ങോട്ട് മൂവ് ചെയ്യുക. 48,160 റെസിസ്റ്റൻസ് ആണ്, അടുത്ത റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതനുസരിച്ച് ബാങ്ക് നിഫ്റ്റി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റി ആയാലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. ഫിൻ നിഫ്റ്റി ആയാലും ലോവർ ലെവലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ട് ലെവൽ ഉണ്ട്. പക്ഷേ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലാണ് ഷോർട്ട്സ് തന്നെ കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആണ് 21,235 ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 235 താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 21,175 റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ഷോർട്ട്സ് അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ബൈക്കാണ് കൂടുതൽ സാധ്യത. പക്ഷേ 21,175 താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രം വീക്ക്നെസ് ആണ്. അല്ലെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് ട്രെൻഡ് ഫോളോ ചെയ്യുക. ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത് 21,101 പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ഓപ്പൺ ചെയ്തതിന്റെ തൊട്ട് താഴെ, ഇന്ന് ക്ലോസ് ചെയ്തതിന്റെ തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഈ ഒരു സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്തൊരു ഓപ്പണിംഗ് വന്നാലാണ് കൂടുതൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ബൗൺസിനാണ് സാധ്യത. 21,66 സപ്പോർട്ടാണ്. 21,66 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 21,101 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി ആണ്. 21,66 താഴെയുള്ള ഒരു ഓപ്പണിംഗ് ചെറിയ ടൈം ഫ്ലാഷ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. 21,003 അടുത്ത സപ്പോർട്ട്. അതിനുശേഷം 20,940 സപ്പോർട്ട്. അപ്പൊ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാം. വരും ദിവസം അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ടൊക്കെ വരും ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറിയ ഷെയറുകൾ കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.